Welcome to Nawras Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാഷ്യൂ ചിക്കൻ ഗ്രേവിയാണ്. ഇത് ഒരു വെറൈറ്റി ഗ്രേവി തന്നെയാണ്. ഈ റെസിപ്പി നാട്ടിൽ നിന്നും ഇളയച്ചന്മാർ അവരുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി അയച്ചു തന്ന റെസിപ്പിയാണ്. ഞാനിതിന് ജസ്റ്റ് സൗണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവരാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനിവിടെ 2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കല്ലുപ്പാണ്, പൊടിയുപ്പും യൂസ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി എടുക്കുക. എല്ലായിടത്തും മസാല പിടിക്കുന്ന വിധത്തിൽ കൈകൊണ്ട് നന്നായി മിക്സാക്കി എടുക്കുക. നമ്മളിതിൽ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, അതിപ്പോഴല്ല, ഗ്രേവി കുക്കിങ്ങിൻ്റെ സമയത്താണ്. ഓക്കെ, ഇനി ഇത് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, കാരണം ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു 1/4 ഭാഗം വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. തീ ഏറിപ്പോയരുത്, കാരണം നമ്മൾ വെള്ളം ചേർക്കാത്ത കാരണം അടി പിടിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അടിയിൽ പിടിക്കണത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലോണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 1/2 വേവാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്, അതിലത്തെ വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 1/2 കുക്കാണായി വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിനെ ഒരു ഭാഗത്ത് അടച്ചു വെക്കാം. ഇനി നമുക്ക് വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഈ വലുപ്പത്തിലുള്ള ഒരു ബട്ടറിൻ്റെ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലെ ചിക്കൻ്റെ പീസിനെ വെള്ളം പെടാതെ ചിക്കൻ്റെ പീസിനെ ആ ബട്ടറിലിട്ടിട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ 1/2 കുക്കേ ആയിട്ടുള്ളൂ, അതാണ് നമ്മൾ പറയണത് ഓവർ കുക്കായി പോവരുത്. 1/2 കുക്കിൽ വേണം ബട്ടറിലേക്ക് ഇടാൻ. എന്നിട്ട് നമുക്ക് ഈ ചിക്കനെ എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെ ഇവിടെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി മുരിപ്പിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്കിതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുക. ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ ചേർത്ത് നന്നായിട്ട് ഇളക്കുക, അതിനെ മെൽറ്റാക്കി എടുക്കുക. നമ്മൾ ഇതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്കുള്ള ഉള്ളി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഉള്ളിയെ നമ്മൾ കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഉള്ളിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഉള്ളി ഇതിലിട്ടിട്ട്. ബട്ടറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നേ ഇല്ല. ഫുൾ ബട്ടർ കൊണ്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉള്ളി വാടി വരാനുള്ള ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് കയറി പോകരുത്. എന്നിട്ട് നമുക്ക് ഈ ഉള്ളിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് വാടി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഉള്ളി നമ്മുടെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മിക്സാക്കിയിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തതാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇളക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിന് പാകത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക.    ഓക്കെ, ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക.                                                                                       ഓക്കെ, ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി പേസ്റ്റാണ്. തക്കാളിയെ അരച്ചെടുത്ത കൂട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. തക്കാളി നമ്മൾ പുളിക്ക് ആവശ്യമനുസരിച്ച് ചേർക്കുക. ഇവിടെ ഇപ്പോൾ ഏകദേശം മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു കൂട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പച്ചമുളക് കുറച്ചധികം ഇട്ടാലും മതി. മുളക് പൊടിയേക്കാളും നല്ലത് പച്ചമുളക് യൂസ് ചെയ്യുന്നതാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്രേവി കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകം, ഏലക്കായ, കറുവപ്പട്ട, ജാതിക്കയുടെ കുരു പൊടിച്ചത്, ഇതൊക്കെ കൂടെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലക്ക് പകരമാണ് ഇങ്ങനെ ഇത് പൊടിക്കാതെ ചേർക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മിക്സിനെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച ചിക്കൻ്റെ സ്റ്റോക്കാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു ഗ്രേവി ആക്കിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളതൊരു കറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ മതി. ആ വെള്ളം ചേർക്കുക. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ബട്ടറിൽ മുരിപ്പിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ചിക്കൻ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയുടെ മസാല തീ കുറച്ച് വെക്കണം, അതല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. നമ്മളിങ്ങനെ പൊരിച്ച് ചേർക്കാനുള്ള മെയിൻ കാരണം ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാനാണ്. ഇങ്ങനെ പൊരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റും ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ചിക്കൻ ഇതിൽ കിടന്ന് ഉടഞ്ഞു പോവില്ല, പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും. കാരണം നമ്മളിത് കുറേ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ആ ചിക്കനിലൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നമുക്കിത് മിക്സാക്കി കൊണ്ടുവരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ടാണ്. ഇതൊരു 200 ഗ്രാം കാഷ്യൂ നട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഈ പേസ്റ്റാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താൽ പെട്ടെന്ന് പേസ്റ്റായി കിട്ടും, അല്ലെങ്കിൽ അതിൽ പീസായിട്ട് കിടക്കും. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയിലുള്ള ഭാഗം കുറച്ച് വെള്ളം വാർന്നിട്ട് ഇതിലേക്കൊന്ന് മിക്സാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതിൽ നന്നായിട്ട് ഈ പേസ്റ്റിനെ നമുക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സാക്കി ചേർത്ത് കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം, കാരണം നമ്മുടെ ഗ്രേവിയിൽ അധികം വെള്ളമില്ലാത്ത കാരണം അടി പിടിച്ചു പോകും കാഷ്യൂ നട്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. തീ നല്ല ചെറുതാക്കി ഇട്ടിട്ട് വേണം ഈ സമയം നമുക്ക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തേനാണ്. ഏറ്റവും അവസാനം നമ്മൾ 1 ടീസ്പൂൺ തേൻ കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഗ്രേവിയെ നമുക്ക് ഗീ റൈസ്, അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് സ്പൈസി ആവാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ കാഷ്യൂ നട്ടിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ചേരുമ്പോൾ ഇത് വളരെ ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.